ഏവർക്കും ഹോപ്സിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ പേര് സുധീഷ്. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ വർക്കൗട്ട് ചെയ്യുന്നത് മാത്സിൻ്റെ കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമ്മൾ ഒന്നാമത് ചോദിക്കുന്നത് നോക്കിയേ, 4, 196, 16, 144, 36, 100 ഡാഷ്. ആ ഡാഷിൻ്റെ സ്ഥാനത്ത് എത്ര വരുന്ന ചോദ്യം. ഫസ്റ്റ് നമ്പർ 4 അല്ലേ. 4 എന്ന് പറയുന്നത് എന്താ? 2ൻ്റെ സ്ക്വയറാണ്. ഒന്നിൻ്റെ ഉള്ളത് നോക്കാം നമുക്ക്. 4, 16. 16 എന്ന് പറഞ്ഞാൽ എന്തിൻ്റെ സ്ക്വയറാണ്? 4ൻ്റെ സ്ക്വയർ. ആദ്യമേ 2ൻ്റെ സ്ക്വയർ എടുത്തു, പിന്നെ 4ൻ്റെ സ്ക്വയർ എടുത്തു. ഒന്നിലുള്ള അടുത്ത് 36 അല്ലേ വരുന്നത്, ഒന്നിടവിട്ടുള്ളത്. 2ൻ്റെ സ്ക്വയറെ, 4ൻ്റെ സ്ക്വയറെ, അടുത്തതിന് വരുന്നത് 6ൻ്റെ സ്ക്വയർ അല്ലേ 36. ഇനി അടുത്ത വരുന്ന നമ്പർ ഏതാണെന്നല്ലേ നമ്മുടെ ചോദ്യം. അപ്പം 2, 4, 6, അടുത്തതിന് 8. 8ൻ്റെ സ്ക്വയർ അല്ലേ വരണ്ടേ. 8ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്ര? 64. ആ ഡാഷിൻ്റെ സ്ഥാനത്ത് 64. മേളത്തോടെ നമുക്ക് നോക്കാം. മറ്റേ ഒന്നിലുള്ള നോക്കാം. 196 എന്ന് പറയുമ്പോൾ ഇവിടെ വരുന്നത് 14ൻ്റെ സ്ക്വയർ അല്ലേ. 144 എന്ന് പറയുമ്പോൾ 12ൻ്റെ സ്ക്വയർ അല്ലേ. 14ൻ്റെ സ്ക്വയർ 12ൻ്റെ സ്ക്വയർ ആയി. ആ 12ൻ്റെ സ്ക്വയർ ഇനി എത്ര സ്ക്വയർ ആയി? 10ൻ്റെ സ്ക്വയർ ആയി. ഇനി ഇവിടെയും കൂടി ഒരു ഡാഷ് കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ആ 10 ഇനി 12, 14, 12, 10 അതിന് അടുത്ത് എത്ര ആവണമായിരുന്നു? 8 ആവണമായിരുന്നു. 8ൻ്റെ സ്ക്വയർ വീണ്ടും ഇവിടെ ഒരു ഡാഷ് ഉണ്ടായിരുന്നെങ്കിൽ 64 എന്ന് വന്നേനെ. ഒറിജിനൽ ആൻസർ 64. ആൻസർ ഓപ്ഷൻ സി. അടുത്ത നോക്കാം. ഒരു സംഖ്യ എന്ന് പറയുമ്പോൾ നമുക്ക് എക്സ് എന്ന് എടുത്തൂടെ. സംഖ്യ എക്സ്, അതിൻ്റെ മുക്കാൽ ഭാഗം എന്ന് പറഞ്ഞാൽ മുക്കാലിനെ നമ്മൾ പറയുന്ന പേര് 4/3 അല്ലേ. 4/3 പറയുന്ന പേരാണ് മുക്കാൽ. അപ്പം മുക്കാൽ ഭാഗത്തിൻ്റെ 1/3 എന്ന് പറയുമ്പോൾ ഇൻറ്റു 1/3 ഭാഗം. അതിൻ്റെ 5/4 എന്ന് പറയുമ്പോൾ ഇൻറ്റു 5/4. 40%. ശതമാനം നമ്മൾ 100 പറഞ്ഞു. 100/40. അതിൻ്റെ വിലയാണ് എത്ര? 60. അപ്പോൾ സമം 60 എന്ന് കൊടുത്തു. സംഖ്യ എക്സ് മുക്കാൽ ഭാഗം എന്ന് പറയുമ്പോൾ 4/3 എഴുതി. അതിൻ്റെ 1/3 എന്ന് പറയുമ്പോൾ വീണ്ടും 1/3 എഴുതി. 5/4 എന്ന് പറയുമ്പോൾ 5/4 എഴുതി. 40% എന്ന് പറയുമ്പോൾ 100/40 എന്ന് എഴുതി. അതിൻ്റെ വില 60. ഇനി കട്ട് ചെയ്യാനുള്ളത് കട്ട് ചെയ്ത് കളഞ്ഞാൽ പോരെ. ഇവിടെ ഗുണിച്ചിരിക്ക് വേണ്ടി മേളത്തെ 4 താഴത്തെ 4 വെട്ടിക്കളയാം. ഈ മേളത്തെ 3 താഴത്തെ 3 കട്ട് ചെയ്യാം. വേണമെങ്കിൽ ഈ ഒരു 0വും ഒരു 0 ചെറുതാക്കാം. വേണമെങ്കിൽ ഈ 2ഉം 10 ചെറുതാക്കാം. 4-നകത്ത് 2 പ്രാവശ്യം, 10-നകത്ത് 2 5 പ്രാവശ്യം. ഇനി ഈ താഴത്തെ 2 സംഖ്യകളെ അങ്ങ് അപ്പുറം കൊണ്ടുവന്നാൽ പോരെ. എക്സ് = 60 × 5 × 5 ബൈ ഈ മേളത്തെ 2നെ അങ്ങ് താഴെയാക്കി /2 എന്നാക്കി. ഇനി ഇത് കട്ട് ചെയ്താൽ പോരെ. കട്ട് ചെയ്തു. 60ൻ്റെ പകുതി എന്ന് പറയുമ്പോൾ 30 അല്ലേ. 5 × 5 25. 25 × 30. 25 × 3 75. 750. ആൻസർ 750. സംഖ്യ എന്ന് പറയുന്നത് 750. നമ്മൾ അടുത്ത ചോദ്യം നോക്കിയേ. ഒരു ക്ലാസ്സിൽ 20 പേരുണ്ടായിരുന്നു. 20 കുട്ടികളുണ്ടായിരുന്നു. അവരുടെ ശരാശരി വയസ്സാണ് 10. 20 പേരുടെ ശരാശരി 10. ടീച്ചറും കൂടെ വന്നു. അപ്പോൾ ഒരാളോട് വന്നപ്പോൾ 21 പേരായി. ശരാശരി 2 കൂടി 10 ഉണ്ടായിരുന്ന 12 ആയി. സാധാ രീതിയാണെങ്കിൽ എണ്ണവും ഉണ്ട് ശരാശരി ഉണ്ട്. നമുക്ക് അവിടെ എന്ത് കണ്ടുപിടിക്കാം? തുക കണ്ടുപിടിക്കാം. ഇക്വേഷൻ എന്തുവാ? എണ്ണം ഇൻറ്റു ശരാശരി. ഇത് പരസ്പരം ഗുണിക്കുന്നു. 20 × 10. 20നെ 10 കൊണ്ട് ഗുണിക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 200 കിട്ടും. അതായത് 20 പേരുടെയും കൂടി ആകെ വയസ്സുകളുടെ തുക 200 കിട്ടും. ഇനി ഒരാളോട് വന്നപ്പോൾ 21 പേരായി. അവരുടെ ശരാശരി 12 ഉണ്ട്. അപ്പോൾ തുക കണ്ടുപിടിക്കാൻ എണ്ണം ഗുണം ശരാശരി. 21നെ 12 കൊണ്ട് ഗുണിക്കുന്നു. 21 × 12 252 എന്ന് കിട്ടും. വലിയ സംഖ്യയിൽ നിന്ന് ചെറിയ സംഖ്യ കുറയ്ക്കുക. അതായിരിക്കും പുതുതായിട്ട് വന്ന ടീച്ചറിൻ്റെ വയസ്സെന്ന് പറയുന്നത്. അപ്പോൾ 252 നിന്ന് 200 കുറയ്ക്കുന്നു. 252 - 200 എന്ന് പറയുമ്പോൾ 52. ടീച്ചറിൻ്റെ വയസ്സെന്ന് പറയുന്നത് 52. അടുത്ത ചോദ്യം നോക്കിയേ. സന്ധ്യയ്ക്ക് ഒരു ജോലി ചെയ്യാൻ 20 ദിവസം വേണം. ഗോപുവിന് അതേ ജോലി ചെയ്യാൻ 60 ദിവസം വേണം. ഇവർ 2 പേരും കൂടി ചേർന്ന് ആ ജോലി എത്ര ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യും? 2 പേരുടെ ഉള്ളെങ്കിൽ നമുക്ക് എൽസ്യത്തിലേക്ക് മുമ്പ് ഉണ്ടല്ലോ ഒരു ഇക്വേഷൻ AB/A+B. 2 പേരുടെയും കൂടി കണ്ടുപിടിക്കാൻ, 2 പേര് ഒരുമിച്ച് ചെയ്യുന്ന ദിവസം കണ്ടുപിടിക്കാൻ AB/A+B. A × B / A+B. എയുടെ സ്ഥാനത്ത് 20 ഉണ്ട്. 20 × ബിയുടെ സ്ഥാനത്ത് നമുക്ക് 60 ഉണ്ട്. 20 × 60 60ഉം 20 കൂടെ അങ്ങ് കൂട്ടി 80. ചെറുതാക്കിയാൽ പോരെ. 20-നകത്ത് 20 ഒരു പ്രാവശ്യം, 80-നകത്ത് 20 4 പ്രാവശ്യം. 60ഉം ഈ 4 കട്ട് ചെയ്തു. 60-നകത്ത് 4 15 പ്രാവശ്യം. 1 × 15 15. ആൻസർ അവർ ഒരുമിച്ച് ചെയ്യുന്ന ദിവസങ്ങളുടെ എണ്ണം 15. 2 പേര് ഒരുമിച്ച് ചെയ്യുന്ന കണ്ടുപിടിക്കാൻ ഇക്വേഷൻ AB/A+B. അടുത്ത ചോദ്യം നോക്കിയേ. 3 ലോഹഗോളങ്ങളുണ്ട്. അതിൻ്റെ ആരങ്ങൾ 1 സെൻറ്റിമീറ്റർ, 2 സെൻറ്റിമീറ്റർ, 3 സെൻറ്റിമീറ്റർ. ഇത് ഉരുക്കി നമ്മൾ വലിയൊരു ഗോളം ഉണ്ടാക്കുന്നു. ആ വലിയൊരു ഗോളം ഉണ്ടാക്കിയപ്പോൾ അവിടെ 25% നഷ്ടം സംഭവിച്ചു. ഈ ചെറുതെല്ലാം കൂടി ഉരുക്കി വലുതൊരെണ്ണം നിർമ്മിച്ചപ്പം 25% നഷ്ടം സംഭവിച്ചു. എങ്കിൽ ആ വലിയ ഗോളത്തിൻ്റെ, വലുതായിട്ടുണ്ടാക്കിയ ഗോളത്തിൻ്റെ ആരം എത്ര എന്നാണ് ചോദ്യം. നമുക്ക് നോക്കാം. ഇവിടെ വലുതിൻ്റെ ഒരു സംഭവം ഉരുക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ വ്യാപ്തമാണ് നമ്മൾ കണക്ക് ചെയ്യുന്നത്.
വ്യാപ്തം എന്ന് പറയുമ്പോൾ ഗോളത്തിൻ്റെ വ്യാപ്തം കണ്ടുപിടിക്കുക ഇക്വേഷൻ 4/3 πr³. ഏതൊരു സംഭവം ഉരുക്കി മറ്റൊന്ന് നിർമ്മിക്കുക എന്ന് പറയുമ്പോൾ വ്യാപ്തത്തിലേക്കാണ് വരണ്ടേ. വ്യാപ്തത്തിൻ്റെ ഇക്വേഷൻ 4/3 πr³. അപ്പോൾ വലുതായതുകൊണ്ടാണ് വലിയ ആർ ക്യാപിറ്റൽ ആർ എന്ന് കൊടുത്തത്. ഇനി ചെറുതെല്ലാം കൂടി ഉരുക്കിയല്ലേ നിർമ്മിച്ച വലുത്, അപ്പോൾ ചെറുതിൻ്റെ എല്ലാം കൂടെ വ്യാപ്തം ചേരുന്നതായിരിക്കും വലുത്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 4/3 π ചെറിയത് ഒന്നാമത്തെ ആരത്തിന് r1 ചെറിയ r1 എന്ന് കൊടുത്തു, പ്ലസ് രണ്ടാമത്തത് 4/3 πr2³ എന്ന് കൊടുത്തു. ഒരെണ്ണം ഉണ്ടായിരുന്നല്ലോ 4/3 πr3³ എന്ന് കൊടുത്തു. അതായത് ചെറിയ 3 എണ്ണം ഉണ്ടായിരുന്നു. ഈ 3 എണ്ണത്തിൻ്റെ കൂടി വ്യാപ്തം ചേരുന്നതാണ് വലുതിൻ്റെ വ്യാപ്തം. നോക്കാം നമുക്ക്. 4/3 π ഒക്കെ അതേപോലെ എഴുതി, ക്യാപിറ്റൽ r³ ഒക്കെ അതേപോലെ എഴുതി. ഇവിടെ നിന്ന് ഇതിനകത്ത് എല്ലാം ഒരു 4/3 π ഇല്ലേ, അതിനെ അങ്ങ് പുറത്തെടുക്കുകയാണെങ്കിൽ 4/3 π പുറത്തെടുക്കുകയാണെങ്കിൽ r1³ പ്ലസ് r2³ പ്ലസ് r3³ എന്ന് കിട്ടും ഇല്ലേ. അപ്പുറത്തും 4/3 π, ഇപ്പുറത്ത് 4/3 π. കട്ട് ചെയ്ത് കളഞ്ഞൂടെ. അപ്പോൾ വലുതിൻ്റെ ആരത്തിൻ്റെ ക്യൂബ് എന്ന് പറയുന്നത്, വലിയ ഗോളത്തിൻ്റെ ആരം വലുതല്ലേ ഉണ്ടാക്കിയേ, അതിൻ്റെ ക്യൂബ് എന്ന് പറയുന്നത് ചെറുതിൻ്റെ എല്ലാം കൂടി ക്യൂബിൻ്റെ തുകയായിരിക്കും. ചെറുതിൻ്റെ എല്ലാം കൂടി ക്യൂബ് കൂട്ടുന്നതായിരിക്കും. വലുതിൻ്റെ ആരത്തിൻ്റെ ക്യൂബ് എന്ന് പറയുന്നത് ചെറുതിൻ്റെ എല്ലാം കൂടി ആരത്തിൻ്റെ ക്യൂബിൻ്റെ തുകയായിരിക്കും. നമുക്ക് നോക്കാം. ചെറുതിൻ്റെ ആരങ്ങൾ 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്. അതെല്ലാം കൂടെ കൂട്ടാൻ അപ്പോൾ 1ൻ്റെ ക്യൂബ് പ്ലസ് 2ൻ്റെ ക്യൂബ് പ്ലസ് 3ൻ്റെ ക്യൂബ്. അപ്പോൾ കൂട്ടുക നമ്മൾ 1ൻ്റെ ക്യൂബ് എന്ന് പറഞ്ഞാൽ 1 അല്ലേ. അപ്പോൾ 1 പ്ലസ് 2ൻ്റെ ക്യൂബ് 8 അല്ലേ, 3ൻ്റെ ക്യൂബ് 27 അല്ലേ. ഒന്ന് കൂട്ടുന്നു. 27ഉം 8ഉം 35ആയി. 35 1 36ആയി. വലുതിൻ്റെ ക്യൂബ് എന്ന് പറയുന്നത് ഒറിജിനൽ വരേണ്ടത് 36 ആയിരുന്നു. പക്ഷേ അതിനകത്ത് എത്ര ശതമാനം നഷ്ടം സംഭവിച്ചു? 25% നഷ്ടം സംഭവിച്ചെന്ന് പറഞ്ഞില്ലേ. 25 നഷ്ടം സംഭവിക്കുമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഉള്ളത് എത്ര ശതമാനമായിരിക്കും? 75% അല്ലേ. 25 കുറഞ്ഞു എന്ന് പറയുമ്പോൾ ഇപ്പം നിലവിലുള്ളത് എത്ര ആയിരിക്കും? 75 അല്ലേ. അപ്പോൾ ഈ 36ൻ്റെ എത്ര ശതമാനം ഇപ്പോൾ ഉള്ളത്? 75% ഉള്ളത്. കാരണം 25 അങ്ങ് പോയി. അപ്പോൾ 36ൻ്റെ 75% നമ്മൾ കണ്ടുപിടിച്ചു. എങ്ങനെ 75 വന്നേ? 25% നഷ്ടം സംഭവിച്ചെന്ന് പറഞ്ഞു. കട്ട് ചെയ്താൽ പോരെ. ഇവിടെ കട്ട് ചെയ്യുമ്പം 25 കൊണ്ടായിരിക്കും. ഇവിടെ 3 കിട്ടും, ഇവിടെ 4 കിട്ടും. ഇവിടെ കട്ട് ചെയ്യുമ്പം 9 എന്ന് കിട്ടും. 9 × 3 എത്ര ആയി? 27. r³ വിലയാണ് 27. വലുതിൻ്റെ ആരത്തിൻ്റെ ക്യൂബാണ് 27. അതായത് r³ = 27 എന്ന് കിട്ടി. 27 എന്തിൻ്റെ ക്യൂബാണെന്ന് നോക്കിയാൽ പോരെ. നമുക്കറിയാം 27 എന്ന് പറയുന്ന സംഖ്യ എന്തിൻ്റെ ക്യൂബാ? 3ൻ്റെ ക്യൂബാ. നിങ്ങൾ ഇത്രയൊന്നും എഴുതണ്ട. ചെറുതിൻ്റെ ആരങ്ങളെല്ലാം കൂടെ അങ്ങ് കൂട്ടുന്നു. അതായിരിക്കും വലുതിൻ്റെ ആരത്തിൻ്റെ ക്യൂബായിട്ട് വരുന്നത്. അതായത് 1ൻ്റെ ക്യൂബ് പ്ലസ് 2ൻ്റെ ക്യൂബ് പ്ലസ് 3ൻ്റെ ക്യൂബ്. അതിൻ്റെ വില നമുക്ക് 36 എന്ന് കിട്ടി. ആ 36ൻ്റെ എത്ര ശതമാനം നഷ്ടം സംഭവിച്ചു? 25 നഷ്ടം. 25 നഷ്ടം എന്ന് പറയുമ്പോൾ ബാക്കിയുള്ളത് എത്ര? 75 അല്ലേ. അതിൻ്റെ വിലയാണ് നമ്മൾ ചെയ്തു വന്നപ്പോൾ 27 എന്ന് കിട്ടി. അപ്പോൾ r³ വില 27, ആരം സമം 3. ആൻസർ 3 സെൻറ്റിമീറ്റർ. അവിടെ നോക്കിയേ. കൂട്ടുപലിശ നിരക്കിൽ ഒരു നിശ്ചിത തുക 2 വർഷം കൊണ്ട് 9680 ആയി. അതേ തുക 3 വർഷം കൊണ്ട് 10648 ആയി. എങ്കിൽ പലിശ നിരക്ക് എത്ര ശതമാനം? കൂട്ടുപലിശയുടെ കേസാണ്. നോക്കാം. 2 വർഷം കൊണ്ട് 9680, 3 വർഷം കൊണ്ട് 10640. ഫസ്റ്റിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇത് തമ്മിലുള്ള വ്യത്യാസം എടുക്കുക. ഇത് തമ്മിലുള്ള വ്യത്യാസം 3ഉം 2ഉമായിട്ടുള്ള വ്യത്യാസം 1 വർഷമല്ലേ. ഗ്യാപ്പ് 1 വർഷമാണെങ്കിൽ ഇനി പറയാൻ പോകുന്ന രീതി ചെയ്യാവുള്ളൂ. 3ഉം 2ഉമായിട്ടുള്ള വ്യത്യാസം കൂട്ടുപലിശയിൽ ഗ്യാപ്പ് 1 വർഷം. അപ്പോൾ ഇവിടെയും വലുതിൽ നിന്ന് ചെറുതങ്ങ് കുറച്ചു. ഈ 10648 നിന്ന് എത്ര കുറയ്ക്കുന്നു? 9680 കുറയ്ക്കുന്നു. കുറച്ചെഴുതുമ്പോൾ നിങ്ങളൊന്ന് കുറച്ച് നോക്കിക്കോണേ. 968 എന്ന് കിട്ടും. അപ്പോൾ 1 വർഷത്തെ ഗ്യാപ്പാണ് നമുക്ക് എത്ര എന്ന് കിട്ടിയത്? 968. 2 വർഷം കൊണ്ട് കിട്ടിയ എമൗണ്ട് എത്ര ആയിരുന്നു? 9680 അല്ലേ. അപ്പോൾ ആകെ എമൗണ്ട് 9680. അതിനകത്ത് നമുക്ക് കിട്ടിയത് എത്ര ആണെന്ന് നോക്കിക്കേ. 968 അല്ലേ 1 വർഷം കിട്ടിയത്. ഇതിനെ എന്തിലേക്ക് കൊണ്ടുവരാനാ? പലിശ നിരക്കിലേക്കാക്കാനല്ലേ. നിരക്കെന്ന് പറയുമ്പോൾ ശതമാനമല്ലേ. അതുകൊണ്ട് × 100 എഴുതി. ഇത് തമ്മിലുള്ള വ്യത്യാസം 1. ഇത് തമ്മിലുള്ള വ്യത്യാസം 968. ആദ്യമേ ഉണ്ടായിരുന്ന എമൗണ്ട് എത്ര ആയിരുന്നു? അത് എഴുതി. അതിൽ ഇപ്പം കിട്ടിയത് അധികമായിട്ട് കിട്ടിയത് 968 അല്ലേ. ശതമാനം റേറ്റ് എന്ന് പറയുമ്പോൾ ശതമാനമാക്കാനാണ് × 100 ചെയ്തത്. ഈ ഒരു 0ഉം ഒരു 0 ചെറുതാക്കി. 968 968 ഒരു പ്രാവശ്യം 1 × 10. 1 × 10 എന്ന് പറയുമ്പോൾ എത്ര? ആൻസർ 10%. പലിശ നിരക്കെന്ന് പറയുമ്പോൾ 10%. അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് വരാൻ നോക്കിയേ. 2022 ഓഗസ്റ്റ് 15 തിങ്കളാഴ്ചയായാൽ അതേ വർഷം ക്രിസ്മസ് ദിനം ഏത് ദിവസം വരുമെന്നാണ് ചോദ്യം.
അപ്പോൾ ഓഗസ്റ്റ് 15-ാം തീയതി നമുക്ക് തന്നു. ഓഗസ്റ്റിലാകെ 31 ദിവസമല്ലേ, അതിനകത്ത് 15-ാം തീയതി നമുക്ക് തന്നു. അപ്പോൾ ബാലൻസിന് ഓഗസ്റ്റിൽ ബാക്കി എത്ര ദിവസം? 16 ദിവസം അല്ലേ. ഓഗസ്റ്റ് കഴിയുമ്പം സെപ്റ്റംബറിനകത്ത് എത്ര ദിവസം? 30 ദിവസം. സെപ്റ്റംബർ കഴിഞ്ഞാൽ ഒക്ടോബറിൽ 31 ദിവസം അല്ലേ. ഒക്ടോബർ കഴിയുമ്പം നവംബറിൽ 30 ദിവസം അല്ലേ. അതേ വർഷം ക്രിസ്മസ് എന്ന് പറയുമ്പോൾ ഡിസംബർ എത്ര വരെ മതി? 25-ാം തീയതി ഏത് ദിവസമാണെന്ന് കണ്ടുപിടിക്കാനല്ലേ. അതായത് ഇവിടെ 16 കിട്ടിയാൽ എങ്ങനെ മനസ്സിലായി? ഓഗസ്റ്റിൽ 31 ദിവസമുണ്ട്, അതിനകത്ത് 15-ാം തീയതി തന്നിട്ടുണ്ട്. ബാലൻസ് ആണ് 16. സെപ്റ്റംബറിൽ 30, ഒക്ടോബർ 31, നവംബർ 30, ഡിസംബർ 25 വരെ, ക്രിസ്മസ് ദിനം വരെ മതി. തരുന്നതിനെ എല്ലാം കൂടെ കൂട്ടിയിട്ട് ഒന്നെങ്കിൽ 7 കൊണ്ട് ഹരിക്കാം, അല്ലെങ്കിൽ ഓരോന്നിനെയും 7 കൊണ്ട് ഹരിച്ചു നോക്കാം. 16-നെ 7 കൊണ്ട് ഹരിച്ചു, 2 7 14, ബാക്കി കിട്ടുന്ന ശിഷ്ടമാണ് നമുക്ക് ആവശ്യം. 30-നെ 7 കൊണ്ട് ഹരിച്ചു, 4 7 28, ബാക്കി ശിഷ്ടം. ഇവിടെ 31-നെയും 7 കൊണ്ട് ഹരിച്ചു, 4 7 28, ബാക്കി ശിഷ്ടം. 30-നെയും 7 കൊണ്ട് ഹരിച്ചു, 4 7 28, ബാക്കി ശിഷ്ടം. 25-നെയും 7 കൊണ്ട് ഹരിച്ചു, 3 7 21, ബാക്കി ശിഷ്ടം. ആ കിട്ടിയ ശിഷ്ടം എല്ലാം കൂടെ കൂട്ടുക, വീണ്ടും 7 കൊണ്ട് ഹരിക്കുന്നു. 2 2 4, 4 3 7, 7 2 9, 9 4 13. 13-നെ നിങ്ങൾ ഒരാഴ്ചയിൽ 7 ദിവസം 7 കൊണ്ട് ഹരിച്ചു. 1 6 6, ഒരു 7 7, ബാക്കി ശിഷ്ടം 6. കിട്ടിയ ശിഷ്ടം 6. ഈ തന്നിരുന്നതിൻ്റെ കൂടെ കിട്ടിയ ശിഷ്ടോട് അങ്ങ് കൂട്ടി. തിങ്കൾ കഴിഞ്ഞിട്ട് എത്ര ദിവസം? 6 ദിവസം. തിങ്കൾ കഴിഞ്ഞിട്ട് 6 ദിവസത്തോടെ കൂട്ടുക. തിങ്കളിൻ്റെ കൂടെ 6 കൂടെ കൂട്ടുക. ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി, ശനി, ഞായർ. 6 ദിവസം ആകുമ്പം ഞായർ 6 കൂട്ടുന്നു. തിങ്കൾ കഴിഞ്ഞിട്ട് 6 ദിവസത്തോടെ കഴിഞ്ഞ് ഞായർ. 6 കൂട്ടുന്നതിനെക്കാട്ടും നല്ലത് 1 കുറച്ചാലും മതി. തിങ്കളിൽ നിന്ന് 1 കുറച്ചാലും ഞായർ. എങ്ങനെ വേണമെങ്കിലും എഴുതാം. ആൻസർ ഞായറാഴ്ച. അപ്പോൾ അടുത്ത ചോദ്യം നോക്കിക്കേ. 2 സംഖ്യകൾ തമ്മിലുള്ള അംശബന്ധം 5:6 ആണ്. അതിനകത്ത് ആദ്യത്തെ സംഖ്യ എന്ന് പറയുന്നത് 150 ആണെന്ന് പറഞ്ഞു. എങ്കിൽ രണ്ടാമത്തെ സംഖ്യ ഏതെന്നാണ് ചോദ്യം. 2 സംഖ്യകളുടെ അംശബന്ധം 5:6 എന്നല്ലേ. അപ്പോൾ ആദ്യത്തതിൻ്റെ റേഷ്യോ 5, അതുകൊണ്ട് നമുക്ക് 5x എന്ന് എടുക്കാം. രണ്ടാമത്തതിൻ്റെ റേഷ്യോ 6, അതുകൊണ്ട് 6x എന്ന് എടുക്കാം. ആദ്യത്തെ സംഖ്യ 5x ആണെങ്കിൽ അടുത്ത സംഖ്യ 6x. അതിനകത്ത് ആദ്യത്തെ സംഖ്യ 150 ആണെന്ന് പറഞ്ഞു. അതായത് 5x-ൻ്റെ വിലയാണ് 150 എന്ന് തന്നിരിക്കുന്നത്. നമുക്കൊന്ന് എഴുതാം. 5x = 150. ആദ്യത്തെ സംഖ്യ 5, അതിൻ്റെ വില 150. 5x-ൻ്റെ വില 150. x = 150/5. 150-നെ 5 കൊണ്ട് കട്ട് ചെയ്യുമ്പോൾ 30 എന്ന് വരും. x-ൻ്റെ വില 30 എന്ന് കിട്ടി. നമ്മുടെ ചോദ്യം രണ്ടാമത്തെ സംഖ്യ ഏത്? രണ്ടാമത്തെ സംഖ്യ എത്ര x എന്ന് എഴുതി വെച്ചിരിക്കുന്നത്? 6x എന്നല്ല എഴുതിയേ. 6 ഗുണം x-ന്റെ വില എത്ര കിട്ടി? 30 എന്ന് കിട്ടിയില്ലേ. 6 × 30 180. ആൻസർ 180. അടുത്ത ചോദ്യം നോക്കിയേ. 4th റൂട്ട് ഓഫ് ക്യൂബ് റൂട്ട് ഓഫ് x⁴ എത്ര വരുന്നതാണോ ചോദ്യം. അപ്പോൾ അവിടെ നമുക്ക് റൂള് നോക്കാം. ശ്രദ്ധിക്കുക. ഈ pth റൂട്ട് ഓഫ് qth റൂട്ട് ഓഫ് rth റൂട്ട് ഓഫ് a⁻x the whole raised to y the whole raised to z. ഒന്നുമില്ല. ഇവിടെ ബേസ് ആയിട്ട് കിടക്കുന്ന ഏതാ? എ അല്ലേ. ഏറ്റവും താഴെ കിടക്കുന്ന പാദം എ അല്ലേ. എ അതേപോലെ അങ്ങ് എഴുതുന്നു. മേളിൽ വരുന്ന എല്ലാം കൂടെ ഗുണിച്ച് അങ്ങ് മേളിൽ എഴുതാം. മേളിലുള്ള ഏതൊക്കെ? എക്സ് ഉണ്ട്, വൈ ഉണ്ട്, ഇസഡ് ഉണ്ട്. അപ്പോൾ x × y × z അതെല്ലാം കൂടെ ഗുണിച്ച് മേളിൽ ബൈ പുറത്ത് കണക്ട് ചെയ്ത് തരുന്ന നമ്പർ അത് തമ്മിൽ ഗുണിച്ച് താഴെ. പുറത്ത് കണക്ട് ചെയ്ത് വരുന്നത് ഏതൊക്കെയാണ്? പി ഉണ്ട്, ക്യൂ ഉണ്ട്, ആർ ഉണ്ട്. അപ്പോൾ ബൈ p × q × r. ഇതാണ് നമ്മുടെ റൂള്. pth റൂട്ട് ഓഫ് qth റൂട്ട് ഓഫ് rth റൂട്ട് ഓഫ് a⁻x the whole raised to y the whole raised to z. ബേസ് അതേപോലെ അങ്ങ് ഇട്ടു. മേളത്തെ എല്ലാം കൂടെ ഗുണിച്ചങ്ങ് മേളിൽ എഴുതി. ഈ പുറത്ത് കണക്ട് ചെയ്ത് വരുന്ന സംഖ്യകൾ ഗുണിച്ച് അതിൻ്റെ താഴോട്ട് അങ്ങ് കൊടുത്തു. എങ്കിൽ അതേപോലെ ഇവിടെ നിന്ന് നോക്കിക്കേ. ഇവിടെ ബേസ് ആയിട്ട് കിടക്കുന്ന ഏതാ? എക്സ് അല്ലേ. എക്സ് നമുക്ക് അതേപോലെ തന്നെ എഴുതാം. മേളിൽ ഗുണിക്കാൻ വല്ലതും ഉണ്ടോ? ഏത് മാത്രമേ ഉള്ളൂ. അപ്പോൾ മേളത്തെ 4 അതേപോലെ അങ്ങ് കിട്ടും. ബൈ ഇനി പുറത്ത് കണക്ട് ചെയ്ത് നമ്മൾ ഗുണിച്ച് താഴെ എഴുതുന്നു. പുറത്തുള്ളത് ഏതൊക്കെയാണ്? 4 3. അതുകൊണ്ട് അത് താഴെ 4 × 3. ഈ മേളത്തെ ഒരു 4 താഴത്തെ ഒരു 4 കട്ട് ചെയ്യാമല്ലോ. 4-നകത്ത് 4 ഒരു പ്രാവശ്യം അല്ലേ. അപ്പോൾ നമുക്ക് ആൻസർ ആയിട്ട് കിട്ടിയത് എന്തുവാ? x⁻1/3. മേളിലൊരു 1 ഉണ്ട്, താഴെ ഒരു 3 ഉണ്ട്. ക്വസ്റ്റിൻ്റെ ആൻസർ x⁻1/3. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ വർക്കൗട്ട് ചെയ്ത കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.